Good morning all. Today we are going to learn 9th standard historyയിലെ പാർട്ട് 2ലെ ചാപ്റ്റർ 6 അതായത് ചാപ്റ്റർ 6 ആയ വിലയും വിപണിയും എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? അതായത് ഉൽപാദന ധർമ്മത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. എന്താണ് ഉൽപാദന ധർമ്മം? ഒരു നിശ്ചിത കാലയളവിൽ ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിച്ചിട്ടുള്ള നിവേശങ്ങളും നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള സാങ്കേതിക ബന്ധത്തെയാണ് ഉൽപാദന ധർമ്മം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ ബന്ധത്തെ നമുക്ക് ഒരു സമവാക്യത്തിന്റെ രൂപത്തിൽ എഴുതുവാൻ സാധിക്കും. അതായത് ഉൽപാദക ഘടകങ്ങളായ ഭൂമി, തൊഴിൽ അല്ലെങ്കിൽ മൂലധനം, സംഘാടനം എന്നിവയെ യഥാക്രമം എൻ അല്ലെങ്കിൽ എൽ, കെ, ഒ ഓക്കെ തുടങ്ങിയ നിവേശ അതായത് സൂചകങ്ങളായും ക്യൂ എന്ന് പറയുന്നത് ആകെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്ന സൂചകമായും എന്ത് ചെയ്യുന്നു പരിഗണിച്ചാൽ ഉൽപാദന ധർമ്മത്തെ ചുവടെ നൽകിയിരിക്കുന്ന വിധം സമവാക്യ രൂപത്തിൽ എഴുതാനാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? അതായത് ഒരു സമവാക്യ രൂപത്തിലാണ് ഉൽപാദക ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം ഇവയെ എൻ, എൽ, കെ, ഒ എന്ന് പറയുന്ന ഇൻപുട്ടായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. പിന്നെ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്ന സൂചകത്തെ ക്യൂ ആയും കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്ന് ഓർക്കുക. അപ്പൊ ക്യൂ ഈസ് ഈക്വൽ ടു എഫ് കണ്ടോ. ക്യൂ ഈസ് ഈക്വൽ ടു എഫ് അതായത് എന്താണ്? ഫംഗ്ഷൻ ആണ്. ക്യൂ ഈസ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ആണ്. അതായത് എൻ, എൽ, കെ, ഒ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എൻ, എൽ, കെ, ഒ. ഓക്കെ, അടുത്തത് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? മൊത്ത ഉൽപ്പന്നത്തിന്റെ അളവിനെ ആണ് ക്യൂ അല്ലെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്ട്സിനെയാണ് ക്യൂ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. എൻ എന്ന് പറയുന്നത് ഭൂമിയാണ്, അതായത് ലാൻഡിനെയാണ് എൻ എന്ന് പറയുന്നത്. എൽ എന്ന് പറയുന്നത് തൊഴിൽ അഥവാ തൊഴിലാളികൾ, അതായത് അധ്വാനത്തെയാണ്, ലേബറിനെയാണ് എൽ എന്ന് പറയുന്നത്. അതായത് കെ എന്ന് പറയുന്നത് ക്യാപിറ്റലിനെയാണ്, അതായത് നമ്മളിപ്പോൾ എന്താണോ ഉദ്ദേശിക്കുന്നത് എല്ലാത്തിനും നമ്മളൊരു ക്യാപിറ്റൽ ഉണ്ടാവും അല്ലെ. അതായത് ഇപ്പൊ ഒരു ബിൽഡിങ്ങിലാണെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിനാണെങ്കിലും അല്ലെങ്കിൽ എന്തിനെങ്കിലും എന്തൊക്കെ ആവട്ടെ അതിനെല്ലാത്തിനും ഒരു ക്യാപിറ്റൽസ് വേണം അല്ലെ. നമ്മൾ ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പൊ സാങ്കേതിക വിദ്യ ആവട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക മൂലധനമാവട്ടെ ഇതിനെല്ലാത്തിനും നമുക്ക് എന്ത് വേണം? ക്യാപിറ്റൽസ് ആവശ്യമാണ്. അടുത്തത് ഒ എന്ന് പറയുന്നത് എന്താണ്? സംഘാടനം അഥവാ ഓർഗനൈസേഷൻ ആണ് ഒ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു? ഉൽപാദന ധർമ്മത്തെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് സ്ഥിര നിവേശങ്ങളും അസ്ഥിര നിവേശങ്ങളും എന്താണ്? അതായത് ഫിക്സഡ് ഇൻപുട്സ് ആൻഡ് വേരിയബിൾ ഇൻപുട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നിവേശങ്ങൾ വ്യത്യസ്തമായ അളവിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ അളവിൽ ഉൽപാദനം നടത്തുവാൻ സാധിക്കും. ഓക്കെ, എന്നാൽ ചുരുങ്ങിയ ഹ്രസ്വകാല അളവിനുള്ളിൽ എല്ലാ നിവേശങ്ങളുടെയും അളവിൽ മാറ്റം വരുത്താൻ കഴിയുകയില്ല. ഇത്തരത്തിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അളവിൽ മാറ്റം വരുത്താൻ കഴിയാത്ത നിവേശങ്ങളെയാണ് സ്ഥിര നിവേശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് സ്ഥിര നിവേശങ്ങൾ? ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അളവിൽ, അതായത് ഈ എന്ത് പ്രോഡക്റ്റ് ആകട്ടെ അതിന്റെ അളവിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റം വരുത്താൻ കഴിയാത്ത നിവേശങ്ങളെയാണ് സ്ഥിര നിവേശങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഭൂമി, സംഘാടനം മുതലായവയാണ് സ്ഥിര നിവേശങ്ങൾക്ക് ഉദാഹരണം എന്ന് ഓർത്തുവെക്കുക. അടുത്തത് എന്നാൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തൊഴിൽ, അതുപോലെ തന്നെ മൂലധനം തുടങ്ങിയ നിവേശങ്ങളുടെ അളവിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇത്തരത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന നിവേശങ്ങളെ അസ്ഥിര നിവേശങ്ങൾ എന്നും അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് സ്ഥിര നിവേശങ്ങൾ എന്ന് പറയുന്നത്? അളവിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റം വരുത്താൻ കഴിയാത്തതിനെ സ്ഥിര നിവേശങ്ങളെന്നും, അസ്ഥിര എന്ന് പറയുന്നത് അളവിൽ മാറ്റം വരുത്താൻ കഴിയുന്നവയെ അസ്ഥിര നിവേശങ്ങളെന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്രസ്വ ദീർഘകാല ഉൽപാദന ധർമ്മം. അതുകൂടെ നമുക്ക് നോക്കാം. അതായത് ഉൽപാദന പ്രവർത്തനം ഹ്രസ്വകാലത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും വ്യത്യസ്തമായി നിർവചിക്കപ്പെടുന്നു. ഒരു ഉൽപാദന സംരംഭത്തിലെ ഉൽപാദന പ്രക്രിയയിൽ ഏതെങ്കിലും ഒരു നിവേശമെങ്കിലും സ്ഥിരമായി നിൽക്കുന്ന സമയത്തെ അല്ലെങ്കിൽ സമയപരിമിതിയെ
ഹ്രസ്വകാല ഉൽപാദന ധർമ്മം അഥവാ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും എല്ലാ നിവേശങ്ങളും ഉൽപാദന പ്രക്രിയയിൽ മാറുന്ന ഘട്ടത്തെ ദീർഘകാല ഉൽപാദന ധർമ്മം അല്ലെങ്കിൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും നിർവചിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം സമയപരിധിയെയാണ് ഹ്രസ്വകാല ഉൽപാദന അതായത് ഒരു നിവേശമെങ്കിൽ സ്ഥിരമായി നിൽക്കുന്ന ആ ഒരു സമയത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും, എന്നാൽ ഉൽപാദന പ്രക്രിയയിൽ മാറുന്ന ഘട്ടത്തെ ദീർഘകാല ഉൽപാദന ധർമ്മം അല്ലെങ്കിൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും അറിയപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അസ്ഥിര നിവേശങ്ങൾ ഏതൊക്കെയാണെന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഈ ഡയഗ്രാം പൂർത്തിയാക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഉപഭോഗം, എന്താണ് ഉപഭോക്താവ്? എന്താണ് ഉപഭോഗം എന്ന് പറയുന്നത്? കൺസപ്ഷൻ ആണ് ഉപഭോഗം, അല്ലെങ്കിൽ കൺസ്യൂമറിനെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത് അല്ലേ? അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോ ഉൽപാദന പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് അല്ലെ? ഇങ്ങനെ മനുഷ്യൻ എന്ത് ചെയ്യും? തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിനെ ആണ് എന്ത് പറയുന്നത്? ഉപഭോഗം അഥവാ കൺസപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഒരാള് അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഉപഭോഗം എന്ന് പറയുന്നത്. എന്നാൽ വില കൊടുക്കാമെന്ന കരാറിലോ സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളിനെയാണ് എന്തെന്ന് പറയുന്നത്? ഉപഭോക്താവ് അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് പറയുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഉപഭോക്താവിന്റെ സംതൃപ്തിയാണ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നതിന് എന്താണ്? ഉപഭോക്താവിന്റെ സംതൃപ്തിയാണ്. ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അയാൾ വീണ്ടും ആ കട അല്ലെങ്കിൽ എവിടെയാണോ പോകുന്ന മാളിലാവട്ടെ അല്ലെങ്കിൽ ഒരു ഷോപ്പിലാവട്ടെ എവിടെയാണെങ്കിൽ അയാൾ വീണ്ടും വാങ്ങാൻ വരണമെങ്കിൽ ആ പ്രോഡക്റ്റ് എന്തായിരിക്കണം? അതിന്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും അല്ലെ? അപ്പോൾ സാമ്പത്തിക ശേഷി എന്ത് ചെയ്യുന്നു? ഉപഭോഗത്തെ സ്വാധീനിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക ശേഷിയും കൂടെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അതാണ് ഉപഭോഗം അല്ലെങ്കിൽ കൺസപ്ഷൻ, ഉപഭോക്താവ് അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന് പറയുന്നത്. അടുത്തത് ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസപ്ഷൻ. അതായത് നമുക്കറിയാം, നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിലെ ഓരോ വ്യക്തിയും വിവിധ ആവശ്യങ്ങൾക്കായി പണം ചെലവാക്കുന്നത് വ്യത്യസ്ത അളവിലാണ് അല്ലെ? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ആകെ വരുമാനത്തെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദം തുടങ്ങി എല്ലാവിധ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമായി എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് ഉപഭോഗ രീതി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഉപഭോഗ രീതി എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തി അയാളുടെ ചിലർക്ക് ഭയങ്കര പിശുക്കന്മാരായിരിക്കും, ചിലർക്ക് ഭയങ്കരമായിട്ട് ദൂർത്തടിക്കുന്ന ആളായിരിക്കും അല്ലെ? അടിച്ചു പൊളിച്ച് കിടക്കുന്നത്. അപ്പൊ അവര് ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യത്തില്ല, ക്യാഷ് നോക്കത്തില്ല. ചിലരാണെങ്കിൽ ക്യാഷ് ഇപ്പോ ഒരു 10 പൈസ പോയാലും ചില ആളുകൾ എന്ത് ചെയ്യും? അതില് നോക്കും അല്ലെ? 10 പൈസ പോലും കളയാത്ത ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അപ്പൊ ആ ഒരു രീതിയാണ്, അതായത് ഒരാൾ എങ്ങനെയാണോ ചെലവാക്കുന്ന ആ ഒരു രീതിയാണ് ഉപഭോഗ രീതി എന്ന് പറയുന്നത്. ഉപഭോഗ രീതി എന്ന് പറയുന്നത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. ഇതിനെ പല ഘടകങ്ങളും സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ്? ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? പൈസ നോക്കത്തില്ല, അവരുടെ അഭിരുചിക്കും താല്പര്യത്തിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ വാങ്ങും. ചിലരെന്ത് ചെയ്യും? പാരിസ്ഥിതിക അവബോധം, പിന്നെ അതുപോലെ കാലാവസ്ഥ, ഇതെല്ലാം ഈ ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വ്യക്തികളും കുടുംബങ്ങളും മാത്രമല്ല, നമ്മുടെ ഗവൺമെന്റും വിവിധ സ്ഥാപനങ്ങളും സംഘടനകളുമെല്ലാം ഉപഭോഗം നടത്തുന്നു. അതായത് പരിമിതമായ വിഭവങ്ങളും ലിമിറ്റഡ് റിസോഴ്സസ്, വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളും ആഗ്രഹങ്ങളും, അൺലിമിറ്റഡ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഇന്നത്തെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. വിഭവങ്ങളുടെ ചൂഷണത്തിനും ദുരുപയോഗത്തിനും വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ ഒരു പ്രധാന കാരണമാണ്. അതുപോലെ ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അവയെ കൂടി നിറവേറ്റാൻ കഴിയും വിധം നിലവിലെ വിഭവങ്ങളെ മെച്ചപ്പെട്ട രീതിയിൽ ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇത് ജസ്റ്റ് ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു വിട്ടാൽ മതി. എന്താണ് സുസ്ഥിര ഉപഭോഗം? ഓക്കെ, ലെറ്റ് us see സസ്റ്റൈനബിൾ കൺസപ്ഷൻ. ഓക്കെ, പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്ന രീതിയിലുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സുസ്ഥിര ഉപഭോഗം എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്ന രീതിയിലുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? സുസ്ഥിര ഉപഭോഗം.
ഭാവി തലമുറയ്ക്കായി കരുതി വെച്ചുകൊണ്ടുള്ള വിഭവങ്ങളുടെ പുനരുപയോഗ ക്രമമാണ് സുസ്ഥിര ഉപഭോഗത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സുസ്ഥിര ഉപഭോഗം എന്ന ആശയം സുസ്ഥിര ഉത്പാദനവും സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി പൊതു സവിശേഷതകൾ പങ്കിടുന്നു എന്നാണ് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ 12ാമത്തേത് സുസ്ഥിര ഉപഭോഗവും സുസ്ഥിര ഉത്പാദന രീതിയും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ ഇത് നിലവിലുള്ള ഭാവി തലമുറയുടെയും ഉപജീവന മാർഗം നിലനിർത്തുന്നതിനുള്ള താക്കോലാണെന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ സുസ്ഥിര ഉപഭോഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു കോട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇത് ആര് പറഞ്ഞതാണെന്ന് ചോദിക്കാം. അതായത് എല്ലാവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാർത്തി പരിഹരിക്കാൻ അത് തികയുകയും ഇല്ല എന്ന് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള കോട്സ് ആണ്. ഇത് ചിലപ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്നിട്ട് ഇത് ആര് പറഞ്ഞാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധി. അടുത്തത് എന്താണ് സുസ്ഥിര ഉൽപാദനം അഥവാ സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ എന്ന് നമുക്ക് നോക്കാം. അതായത് പ്രകൃതി വിഭവങ്ങളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും ചൂഷണവും ദുരുപയോഗവും പരമാവധി കുറച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് സുസ്ഥിര ഉൽപാദനത്തിന്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് പ്രകൃതി വിഭവങ്ങളുടെയും അസംസ്കൃത വസ്തുക്കളുടെയും ചൂഷണവും ദുരുപയോഗവും പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ സുസ്ഥിര ഉൽപാദനത്തിന്റെ മറ്റു ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് വിഭവങ്ങളുടെ ഫലപ്രദമായ ഉപയോഗത്തിലൂടെ പാരിസ്ഥിതിക ആഘാതങ്ങൾ കുറയ്ക്കുക, വിഭവങ്ങളുടെ പുനരുൽപാദന സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക, ഉൽപാദനത്തിലൂടെയും ഉൽപ്പന്നങ്ങളുടെ പുനരുപയോഗത്തിലൂടെയും ആവശ്യമായ എല്ലാ സാധനങ്ങളും പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക, ഊർജ സംരക്ഷണം പരമാവധി ഉറപ്പുവരുത്തുക, സുരക്ഷിതമായ തൊഴിലിടവും തൊഴിലാളികളുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് അതിന്റെ മറ്റു ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെയുള്ള ഉപഭോഗ സംസ്കാരവും അതുപോലെ ഉൽപാദന രീതിയൊക്കെ നമ്മൾ വളർത്തിയെടുക്കണമെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള ഏജൻസികൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് ഒരു പരിസ്ഥിതി സൗഹൃദപരമായ ഉൽപാദന ഉപഭോഗ രീതികൾ പിന്തുടരേണ്ടതാണ് സുസ്ഥിര വികസനത്തെ പരിപോഷിപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതം എന്നാണ് ഈ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന പോലുള്ളവർ പറയുന്നത്. അടുത്തത് എന്താണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. അതായത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പുരോഗതിയെയും ലക്ഷ്യമിട്ട് നാം വിവിധ വികസന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പല പ്രകൃതി വിഭവങ്ങളും പലതരത്തിലുള്ള ചൂഷണത്തിനും അതുപോലെ പരിസ്ഥിതി നാശത്തിനൊക്കെ ഇടയാക്കുന്നു, അല്ലെ? അപ്പോൾ ഇങ്ങനെ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിലും ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും അനുകൂലമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുവെങ്കിലും നിരവധി സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങളുമായി നമ്മുടെ ചുറ്റുപാട് എന്തെല്ലാം മാറ്റങ്ങളാണ് നടക്കുന്നതെന്ന് നിങ്ങൾ നിരീക്ഷിക്കണം, അല്ലെ? എല്ലാവരും നിരീക്ഷിക്കുമല്ലോ, അല്ലെ? അപ്പൊ അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ചില കെട്ടിടങ്ങളൊക്കെ നിർമ്മാണ സമയത്ത് ചിലപ്പോൾ മരങ്ങളൊക്കെ മുറിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ പാറകള് കുന്നുകള് എന്തെങ്കിലുമൊക്കെ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ചിലപ്പോൾ നശിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ റോഡ് അതുപോലെ കുളം അതുപോലെ കെട്ടിടങ്ങൾ ഇതൊക്കെ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മിക്കപ്പോഴും പരിസ്ഥിതിക്കും മനുഷ്യർ ഉൾപ്പെടുന്ന ജീവജാലങ്ങളിലേക്ക് ഒരുപാട് പ്രത്യാഘാതം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റും വിധമുള്ള വികസനമാണ് സുസ്ഥിര വികസനം എന്ന് അറിയപ്പെടുന്നത്. അതായത് ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വിട്ടുവീഴ്ച വരുത്താതെ ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റും വിധമുള്ള വികസനത്തെയാണ് എന്തെന്ന് പറയുന്നത്? സുസ്ഥിര വികസനം എന്ന് പറയുന്നതെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോ അടുത്തത് ഒരു കോട്സ് വീണ്ടും വന്നിട്ടുണ്ട്. ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാം. അതായത് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനത്തെ പറയപ്പെടുന്ന പേര് സുസ്ഥിര സമീപനമാണ് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞത് ആരാണ്? അതായത് ഐക്യരാഷ്ട്ര സംഘടനയിലെ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ ആണ് ഇത് കൊണ്ടുവന്നത്. ഐക്യരാഷ്ട്ര സംഘടനയിലെ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു നിയമത്തിലാണ് ഐക്യരാഷ്ട്ര സംഘടന കൊണ്ടുവന്ന ഒരു കോഡ്സ് ആണ് ഇതിലുള്ളത്. ഇത് വായിച്ചു വെക്കുക. അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് മൈ ചാനൽ. ഇഫ് യു ലൈക്ക് മൈ ചാനൽ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Okay, see you tomorrow. See you again. Okay, thank you.